ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് റമദാൻ ഒന്നാണ് കേട്ടോ. അപ്പം നമ്മൾ റമദാൻ ആയതുകൊണ്ട് ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് നമ്മൾ പത്തിരിയും കോഴിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റമദാനിന് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് പത്തിരിയാണല്ലോ. അപ്പോൾ പത്തിരിയും കോഴിക്കറിയും തന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളെ കഴിഞ്ഞ് ചോറ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം ചോറാണ്. പക്ഷെ നമ്മളിന്ന് ഒന്നാമത്തെ നോമ്പല്ലേ. അപ്പം നമ്മൾ പത്തിരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പത്തിരി ഇമ്മ അവിടെ വാട്ടി കുഴച്ച് ഉരുളൊക്കെ ആക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നോമ്പായാൽ പിന്നെ നമ്മളെ വീട്ടിൽ മെയിൻ ആയിട്ടുള്ളത് പത്തിരിയാണ് കേട്ടോ. പത്തിരിയാണ് ഇവിടെ ഉമ്മാക്കൊക്കെ ഇഷ്ടം. അപ്പൊ ഞങ്ങൾ പത്തിരിയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ചോറാണ്. ചോറും ഇടക്കൊക്കെ ഉണ്ടാക്കും. പക്ഷെ പത്തിരി ഉണ്ടെങ്കിൽ അതൊരു വേറെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇന്ന് പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരി ചുട്ട് വെച്ചാൽ നമ്മളെ പണി വേഗം ഒരുങ്ങും. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പത്തിരി പണിമൊക്കെ നിന്നിട്ടുള്ളത്. അപ്പൊ ഇതാക്കണ് പത്തിരി ഏകദേശം ഞങ്ങൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്ത് അടുപ്പത്താണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. എന്നാൽ വേഗം ചുട്ടെടുത്താൽ പത്തിരിപ്പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അധികം കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള കോഴിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നത്. ഇമ്മ ദാ ഇവിടെ പത്തിരി പരത്തിങ്ങാണ്ട് ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറെ അത്യാവശ്യം ഉണ്ട് ചുടാണ്ട്. അപ്പം ഇമ്മ ഇവിടെ നിന്ന് ചുടാന്ന് പറഞ്ഞിട്ട് ഇമ്മ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴേക്കും സമൂസക്കുള്ള മസാല റെഡിയാക്കട്ടെ, അതേപോലെ കോഴിക്കറി റെഡിയാക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ സമൂസക്കുള്ള മസാല ആദ്യം റെഡിയാക്കാന്ന് വിചാരിച്ചത് കിഴങ്ങും ക്യാരറ്റും സവോളയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സമൂസ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സമൂസ ഞങ്ങൾ മിക്കവാറും എന്നും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സമൂസക്കുള്ള മസാല റെഡിയാക്കി വെച്ചാൽ നമുക്ക് വേഗം പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെ വേഗം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. സമൂസ അതേപോലെ തന്നെ നമുക്ക് കോഴിക്കറിയും റെഡിയാക്കണം. സമൂസക്കുള്ളൊക്കെ മസാലയൊക്കെ വാട്ടി വെച്ചിട്ട് ഞാൻ കോഴിക്കറി റെഡിയാക്കി എടുക്കട്ടെ. അപ്പം ദാ സമൂസൻ്റെ മസാല ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ നമ്മൾ കോഴിക്കറിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കോഴിക്കറി ഇതാ തേങ്ങ വറുത്തരച്ചങ്ങാണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിഞ്ഞ് ഇതിക്ക് ചെറിയ ഉള്ളി തൂമിച്ചങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാക്കുന്ന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരിയും കോഴിക്കറിയും റെഡി ആയിട്ടോ. അപ്പോൾ പത്തിരി പാട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കോഴിക്കറിയും റെഡിയായി. ഞാൻ ഇതാക്കുന്ന സമൂസൻ്റെ മസാലയാണിത്. അത് നമ്മൾ ഫില്ല് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് സമൂസയും കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മളെ പത്തിരിയൊക്കെ ചുടൽ കഴിഞ്ഞു കേട്ടോ. അമ്മ ദാ പത്തിരിയൊക്കെ ചുട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാസറോളിൽ വെക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ഞാൻ ഇതാക്കുന്ന സമൂസയൊക്കെ മടക്കിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മളെ സമൂസ പൊരിച്ചു കോരി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ജ്യൂസായിട്ട് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. മുന്തിരി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി മുന്തിരിക്ക് നമ്മൾ പുതിനയിലയും കൂടി ഇട്ടിട്ട് മിൻ്റാക്കിയിട്ടാണ് അപ്പോൾ അത് മിക്സിയിൽ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ജ്യൂസാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പെൽച്ചക്ക് മീനാണ് ഉള്ളത്. അപ്പോൾ അതാക്കണം മീനൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് കേക്കാണ്. ഇനി മീൻ നമുക്ക് പൊരിച്ച് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറുങ്ങ താളിപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആ മീനൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് പകുതി മീൻ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. അങ്ങനെ മീനൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇതൊന്ന് മസാല കൂട്ടി വെക്കട്ടെ. ഞാനിത് വേഗം കേക്കിങ്ങാണ്ട് മസാല കൂട്ടിയിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് ബാക്കി പെട്ടെന്ന് പണികൾ എടുക്കാൻ. അപ്പോൾ ഇതാ ഞാൻ മീനൊക്കെ കേകി വൃത്തിയാക്കിയിട്ട് മസാല കൂട്ടിയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതാക്കുന്നത് ഇവിടെയൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കേകിയാക്കട്ടെ. നമ്മൾ പത്തിരി ചുട്ടതും അതുപോലെ സമൂസ ചുട്ടെടുത്തതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളില്ല. അപ്പോൾ പാത്രങ്ങളൊക്കെ കേകി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്യാം. ഞാനിത് കേകി മസാല കൂട്ടി വെക്കുന്ന സമയം കൊണ്ട് ഉമ്മ ഇതാക്കണ വത്തക്ക നമ്മളെ തണ്ണിമത്തനൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ സമൂസൻ്റെ കൂടെ തന്നെ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കക്കരിക്കും ക്യാബേജൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സോസൊക്കെ ഒഴിച്ചുകൊണ്ട് ബ്രെഡും കൊണ്ടുള്ള ഷവർമയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ എണ്ണക്കടികളൊക്കെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ നമുക്ക് താളിപ്പാണ് ഉണ്ടാക്കാനുള്ളത്. ചിരങ്ങ താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. മീൻ കറിയും മീൻ പൊരിച്ചതും ചിരങ്ങ താളിപ്പുമാണ് കേട്ടോ നമ്മൾ പെലച്ചക്ക് അത്തായത്തിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിരങ്ങ താളിപ്പ് ഇതാക്കണം ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ തുറക്കാനുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തരി ഉണ്ടാക്കിട്ടോ, തരിക്കഞ്ഞി എന്നൊക്കെ പറയും, റാവ് ഇട്ടിട്ടില്ലേ. അപ്പോൾ ഇതാക്കണ് നമ്മൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫസ്റ്റത്തെ നോമ്പല്ലേ, അപ്പോൾ എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണേ. നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശപ്പിന്റെ വില അറിയാനും കുട്ടികൾക്കും വലിയവർക്കൊക്കെ വിശപ്പിന്റെ വില എന്താണെന്ന് അറിയാനുള്ളത് നമുക്ക് നോമ്പ് നോറ്റാലോ കേട്ടോ. നോമ്പ് നോറ്റ് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് അതിന്റെ വില അറിയുള്ളൂ. അപ്പോൾ അതവിടെ വാങ്കൊക്കെ കൊടുത്തിട്ടോ, ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഇതാക്കണ മക്കളൊക്കെ നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പത്തിരിയും കോഴിക്കറിയാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പത്തിരിയും കോഴിക്കറിയും കഴിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു നോമ്പായി, റമദാൻ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ നാളത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ നോമ്പും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി നാളെ വീണ്ടും വരാം. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.